നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ PFI കേരളത്തിൽ 950 ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി പറഞ്ഞു. ഒരു ജില്ലാ ജഡ്ജിയും RSS നേതാവായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള KP ശശികല ടീച്ചറും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സംഘടനയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി അവരെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും NIA കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അധികവും RSSും BJPയും നേതാക്കളാണ് എന്ന് NIA സ്ഥിരീകരിച്ചു. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെ കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യൻ എയർ നൽകിയിരുന്നു എന്നും കൃത്യമാസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതായും ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെന്നും NIA പറയുന്നു. പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, KP അൻസാർ, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് NIA നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ളത്. വിവിധ കേസുകളിൽ പിടിയിലായ PFI പ്രവർത്തകരിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റിന്റെ വിവരങ്ങൾ NIAക്ക് ലഭിച്ചത്. RSS നേതാവായിട്ടുള്ള ശ്രീനിവാസൻ വധക്കേസിൽ NIA അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ പട്ടിക കണ്ടെത്തിയെന്നാണ് NIA വ്യക്തമാക്കുന്നത്. ഒളിവിലുള്ള PFI പ്രവർത്തകൻ അബ്ദുൽ വാഹിദിൽ നിന്ന് 5 പേരുടെ ലിസ്റ്റും മറ്റൊരാളിൽ നിന്ന് 232 പേരുടെ ലിസ്റ്റും അയ്യൂബിന്റെ പക്കൽ നിന്ന് 500 പേരുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടികയും ലഭിച്ചതായി NIA വ്യക്തമാക്കി. ഗ്രൂപ്പിന്റെ റിപ്പോർട്ടർ വിങ് തങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള മറ്റ് സമുദായങ്ങളിലെ നേതാക്കളെ കണ്ടെത്തുകയും തുടർന്ന് ഹിറ്റ് വിങ് അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതുമാണ് NIAയുടെ കണ്ടെത്തൽ. ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കേഡർമാർക്ക് ശാരീരികമായിട്ടുള്ള ആയുധ പരിശീലനവും PFI നൽകി വരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആലുവയിലെ പെരിയാർ വാലി എന്ന് പറയുന്ന ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു. ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തീവ്രവാദത്തിൽ ഉൾപ്പെടുമെന്നും NIA കോടതിയെ അറിയിച്ചിരുന്നു. ജാമ്യ ഹർജി സമർപ്പിച്ച 4 PFI പ്രവർത്തകരും തങ്ങൾ നിരപരാധികളാണ് എന്ന് കോടതിയിൽ വാദിച്ചെങ്കിലും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ സാധ്യമല്ല എന്ന് കോടതി വ്യക്തമാക്കി. അങ്ങനെ ഹർജി കോടതി തള്ളുകയായിരുന്നു. PFIയുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ് കേരളത്തിൽ NIA ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളെ എതിർക്കുന്ന, തങ്ങളുടെ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന്, തങ്ങളുടെ ഭീകരവാദ പ്രചാരണത്തിന് എതിർക്കുന്ന, അത്തരം ആശയങ്ങളെ വിമർശിക്കുന്ന ഏതൊരു ആശയമായിരുന്നാലും സംഘടനയായിരുന്നാലും വ്യക്തികളായിരുന്നാലും അവരെ ഇല്ലാതാക്കുക. ഇത്രയും രൂക്ഷമായി ഇവരെ കുറിച്ച് പറയാൻ കാരണം ഞാനും ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൊലപ്പെടുത്തണം ഇവർ തന്നെ പ്ലാൻ ചെയ്ത് 2 ലേഡീസ് ഉണ്ടായിരുന്നു. ഷിഫ ഹാരിസും വേറൊരു ലേഡിയും. അവരെ കണ്ണൂരിൽ നിന്നാണ് NIA അറസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയി പോർത്തിഹാർ ജയിലിലാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. അവരുടെ സ്ത്രീകളുടെ ഹിറ്റ് ലിസ്റ്റിലെ 1ാമത്തെ ആള് ഞാനായിരുന്നു. എന്നെ കൊല്ലുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവർ എന്റെ വീട്ടിൽ നിന്നും ഏതാണ്ട് 900 മീറ്റർ അകലെ വരെ എത്തി എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാം അള്ളാഹുവിൻ്റെതാണ്, സമ്പൂർണമായിട്ടുള്ള ഒരു മാർഗമാണ് ഇസ്ലാം. ഖുർആനാണ് സമ്പൂർണമായ ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്ന ഇവർ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ മതത്തെ, അള്ളാഹുവിന്റെ ആശയത്തെ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ അള്ളാഹു സംരക്ഷിച്ചോളാമെന്നാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അള്ളാഹുവിനെ എങ്കിലും ഒന്ന് വിശ്വസിക്കാം. അള്ളാഹുവിനറിയാം എന്നെയൊക്കെ കൊല്ലണമെങ്കിൽ ഒരു ചെവിത്തോണ്ടിയിടുന്ന ലാഘവത്തോടു കൂടി എന്നെ കൊല്ലാൻ എന്തേ പടച്ചോന് പറ്റില്ലേ? ഞാൻ താമസിക്കുന്ന സ്ഥലം ഏതെങ്കിലും ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനൊന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവനല്ലേ പടച്ചോൻ? പടച്ചോൻ വിചാരിച്ചാൽ പറ്റും. നിങ്ങൾ പടപ്പുകൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കും അതുപോലെ അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ പണി കൂടും. സത്താറും റൌഫും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജാമ്യം ലഭിച്ച് പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ശൗര്യവുമായിട്ട് തന്നെയാണ് അവർ ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്, മറക്കരുത്. അവരുടെ ആശയങ്ങൾ, അവരുടെ മതരാഷ്ട്രവാദ കാഴ്ചപ്പാടുകൾ, തീവ്രവാദ പ്രചരണങ്ങൾ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന അവരുടെ മതരാഷ്ട്രവാദത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു ആളെയും ഉന്മൂലനം ചെയ്യുക എന്ന ആശയത്തോടു കൂടി അവരിപ്പോഴും ഇവിടെയുണ്ട്, മറക്കരുത്. അതുകൊണ്ട് അവരെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ കടികിട്ടിയ പാമ്പ്, അടികിട്ടിയ പാമ്പ്, ക്ഷതമേറ്റ പാമ്പിന്റെ പക ഒരൽപ്പം കൂടുതൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തിഹാർ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി മടങ്ങിയെത്തിയെന്ന് കരുതി അവരൊന്നും അങ്ങ് അടങ്ങിയിരിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഇവരെ ഇത്രമേൽ വളർത്തിയ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർ ഒളിവിലാണ്. കേരളത്തോട് നിങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തോൽക്കുമ്പോൾ
അവർക്ക് അധികാരം പിടിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലെ ഏറ്റവും കൂടുതൽ നേതാക്കളെ ബിൽഡപ്പ് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള പ്രാദേശിക സംഘടനകളെ വിജയിപ്പിച്ചാൽ ഇസ്ലാമിന് അധികാരത്തിലെത്താൻ സാധിക്കുമെന്ന് ഘോരമായി ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ പ്രഭാഷണം കാഴ്ചവെച്ച ഫസൽ ഗഫൂർ ഇപ്പോൾ ഒളിവിലാണോ അതോ പുറത്തു വന്നോ? എന്തായിരുന്നാലും റൌഫിക്കായ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ, സത്താറിന് വേണ്ടുന്ന വഴി വെട്ടിത്തെളിച്ചു കൊടുക്കാൻ ഇനി എങ്ങനെയാണ് കേരളത്തിലെ മറ്റു ഓപ്പറേഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാൻ റൌഫിനെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളുടെ ഉപദേശം വേണ്ടി വരിക തന്നെ ചെയ്യും. ഇവർ ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം അധികാര കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ആശയം ഉറക്കെ പറയാനും ഇത്തരം മതരാഷ്ട്രവാദികളായിട്ടുള്ള ഭീകരവാദികളെ തുറന്നു കാണിക്കാനും സാധിക്കുന്നത്. എല്ലാം കൂടി 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും NIAക്ക് കിട്ടിയത് എന്ന് പറയുമ്പോൾ 50 അല്ല, ഇനിയുമുണ്ട് ഒരു 27 പേര് കൂടി. അങ്ങനെ മൊത്തം 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് ഇന്ന് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ 977 പേർ ഈ ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ആഗ്രഹിക്കുന്നു. 77 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI. 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI. കോടതിയിൽ NIA ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു. ഇതര മതസ്ഥരെ PFI ലക്ഷ്യം വെച്ചെന്ന് NIA 2047 ഇസ്ലാമിക രാഷ്ട്രമാണ് 977 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി PFI. കോടതിയിൽ NIA ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തു. ഇതര മതസ്ഥരെ PFI ലക്ഷ്യം വെച്ചെന്ന് NIA 2047 ഇസ്ലാമിക രാഷ്ട്രമാണ് PFI ലക്ഷ്യം വെച്ചതെന്നും NIA റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, NIA റിപ്പോർട്ടിൽ അങ്ങേറ്റം ഗൗരവ സ്വഭാവമുള്ളതും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് PFI. 977 പേരടങ്ങുന്ന ആ ഹിറ്റ് ലിസ്റ്റിൽ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. റോണി, ഏറ്റവും ഗൗരവപരമായ വിവരങ്ങൾ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് നിരോധിത ഭീകര സംഘടനയായ PFI-യുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 950-ലധികം പേരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അവരെ ലക്ഷ്യമാക്കിയായിരുന്നു PFI പ്രവർത്തിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ചെറിയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് ഈ ആളുകളെയായിരുന്നു. ഇതിനു വേണ്ടി തന്നെ പ്രത്യേകമായി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിരുന്നു. ആക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ, ഹിറ്റ് ലിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഗ്രൂപ്പുകൾ എന്നിവ പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും 5 മുതൽ 10 വരെയുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ തയ്യാറാക്കിയിരുന്നത് എന്നും ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മുൻ ജഡ്ജി അടക്കപ്പെട്ട് ജില്ലാ ജഡ്ജി അടക്കമുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതര മതസ്ഥരായ ആളുകളെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദി സംഘം ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. നിരവധി ആളുകളുടെ പട്ടിക ഇത്തരത്തിൽ ഓരോ ജില്ലയിലും തയ്യാറാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഓരോ സ്ഥലങ്ങളിലും ആക്രമിച്ച് കൊലപ്പെടുത്തേണ്ടവരുടെ എല്ലാം തന്നെ പട്ടിക തയ്യാറാക്കിയാണ് പോപ്പുലർ ഫ്രണ്ട്. ഓരോരുത്തരെയും എങ്ങനെ കൊല്ലണം, ആര് കൊല്ലണം എല്ലാം വ്യക്തമായും എഴുതിയിരിക്കുകയാണ് ഇവരുടെ രേഖയിൽ. ഒരാൾ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞാൽ അയാളുടെ A to Z സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അയാൾ കൊല്ലപ്പെടേണ്ടത്, ആരാണ് കൊല്ലേണ്ടത്, ആ കൊന്നതിന് ശേഷം അയാളെ പിന്നീട് സംരക്ഷിക്കേണ്ടത് ആരാണ്, സാമ്പത്തിക സംരക്ഷണം നൽകേണ്ടതുണ്ട്, പോലീസ് പിടിക്കാതിരിക്കാനുള്ള ശാരീരിക കവചം ഒരുക്കേണ്ടതുണ്ട്. അതാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായിട്ടുള്ള സവാദ് നമ്മുടെ ജോസഫ് മാഷുടെ കൈയും കാലും എടുത്തപ്പോൾ അവന് വേണ്ടുന്ന സകല സംവിധാനങ്ങളും കണ്ണൂര് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഇവരെ പറയാൻ കാരണം. നന്ദി.